Hi all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയറുകളെ കുറിച്ചാണ്. ഫോട്ടോഷോപ്പിൽ ലെയറുകൾ എന്താണ്, ലെയറുകൾ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലെയറുകൾ എങ്ങനെയൊക്കെയാണ് മോഡിഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെ ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ലെയർ വിൻഡോ കണ്ടായിരുന്നു. ലെയർ വിൻഡോയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെയർ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഇമേജ് കട്ട് ചെയ്തിട്ടപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലെയർ 1 എന്നൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ ലെയർ എന്താണെന്നോ ലെയറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിച്ചില്ല. നമ്മളൊരു ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പല എലിമെന്റുകളില്ലേ. അതിനകത്ത് ടെക്സ്റ്റ് കാണും, ഫോട്ടോസ് കാണും, അതിനകത്ത് ലോഗോ കാണും, പല ഇമേജുകൾ കാണും, പിന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈനുകൾ കാണും. ഇതെല്ലാം നമുക്ക് എപ്പോഴും എന്തായിരിക്കണം? എഡിറ്റബിൾ ആയിരിക്കണം. എഡിറ്റബിൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം, ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡിസൈൻ നമ്മൾ കൊടുക്കുന്ന ക്ലയന്റിന് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്ലയന്റ് പറയുന്നത് ആ ഡിസൈനിന്റെ ചെറിയൊരു കളറിലെ വേരിയേഷൻ വെച്ചാൽ മതിയാവും, ചിലപ്പോൾ ആ ഒരു ഡിസൈനിന്റെ വലിപ്പം കുറവായിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഓരോ ഡിസൈനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻസ് മൊത്തം ഒരു ലെയറിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യാൻ. സോ അതാണ് ലെയറിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ലെയർ എന്താണെന്ന് ഞാൻ പറയാം. വാട്ട് ഈസ് ലെയർ? ലെയർ ഈസ് എ ട്രാൻസ്പെറന്റ് ഷീറ്റ് that are used to create different designs in our document. Layers are easy to edit and it helps us to arrange our designs in a particular manner. Photoshop creates a default layer called background layer in every document and it is not editable, which means ലെയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെയറുകൾ എന്ന് പറയുന്നത്. ലെയറുകളെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റിനകത്തുള്ള ഡിസൈനുകളെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ലെയറുകളെ കൊണ്ട് സാധിക്കും. ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിഫോൾട്ട് ആയിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ലെയർ ആണെന്ത്? ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്താലും ആ ഡോക്യുമെന്റിനകത്തൊരു ഡിഫോൾട്ട് ലെയർ കാണും. എന്ത്? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ഒരു എഡിറ്റബിൾ ലെയർ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡിഫോൾട്ട് ലെയറിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് ലെയറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ലെയറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലെയറുകളെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോ ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഇന്റർഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ലെയർ എന്നൊരു വിൻഡോ കാണും. ലെയേഴ്സ് എന്നൊരു വിൻഡോ കാണും. ആ ഒരു വിൻഡോ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ ഒരു വിൻഡോ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ വിൻഡോ മെനുവിൽ ഏറ്റവും താഴെയായിട്ട് എന്തുണ്ട്? ലെയേഴ്സ് ഉണ്ട്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F7 ആണ്. ഒന്നിലെ നിങ്ങൾ വിൻഡോ മെനുവിൽ വന്നിട്ട് ലെയേഴ്സ് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് F7 എന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, സോ ഇതാണ് ലെയർ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്. ഒരു ലെയർ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഡിഫോൾട്ട് ലെയർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. ആ സെയിം ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ് നമ്മളൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന ഈ വൈറ്റ് കളർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഞാനൊരു സോളിഡ് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ അപ്പിയറൻസ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ. അതായത് ഒരു കളർ ഫില്ല് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിനകത്ത് നമുക്കൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ആ ഡിസൈനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഒന്നിലെ അൺഡു ചെയ്ത് ബാക്കിൽ വന്നിട്ട് വീണ്ടും കൂടെ ഓരോ പ്രാവശ്യം കൂടെ നമ്മളത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നോക്കാം ഈ ലെയറും കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്. അതായത് നമ്മുടെ ഡിസൈൻസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്കിനകത്ത് ലെയറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ ലെയറുകളിൽ നമ്മൾ ഓരോ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് layers are easy to edit and it helps us to arrange our designs in a particular manner. Each layer contains each design, so we can arrange it or edit that particular design very easily. Which means എന്താണ്? നമ്മളൊരു ലെയറുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഡിസൈൻസിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാനും പറ്റും. ഈ ലെയറുകളെ എല്ലാം എഡിറ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. സോ ഇത്രയാണ് എന്താണ് ലെയർ എന്നും ലെയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് ഏതാണ്? ലെയർ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന കാര്യം കൂടെ പറഞ്ഞു. ഇനി നമുക്ക് ലെയറുകളിലേക്ക് പോകാം. അതായത് ലെയറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലെയറുകൾ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള കുറച്ച്
ബട്ടൺസ് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയാം. ഓക്കെ, ഒരു ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ലെയർ വിൻഡോയിൽ ക്രിയേറ്റ് എ ന്യൂ ലെയർ ഐക്കൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ലെയർ വിൻഡോയിൽ താഴെയായിട്ട് കുറെ ലെയർ ബട്ടൺസ് ഉണ്ട്. അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് എ ന്യൂ ലെയർ ബട്ടൺ, ആ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഇതുപോലെ ലെയറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+Shift+N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഇവിടെ വരും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ലെയർ നെയിം നമുക്കിവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലെയർ നെയിം എന്താണോ അത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്, ബാക്ക്ഗ്രൗണ്ടിന്റെ ഷോർട്ട് ഫോം ആണ് BG എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ പിന്നെ നമുക്ക് അതിനകത്ത് ലെയർ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതായത് ലെയറിനകത്തെ കളർ. പിന്നെ ലെയർ മോഡുകളാണിത്, ഇതൊക്കെ നമുക്ക് അഡ്വാൻസ് സിലബസിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ലെയർ ഒപ്പാസിറ്റി ഇത് ഞാൻ ഇവിടെ പറഞ്ഞു തരാം, ലെയർ വിൻഡോയിൽ ഞാൻ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. സോ ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധിക്കണം, ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താണ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അതെന്താണ്? ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന് പറയാൻ കാരണം? ഞാനിവിടെ ടോട്ടലി ഒരു 11 ലെയേഴ്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലെയറുകൾ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഡോക്യുമെന്റിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. മീൻസ് അതെന്താണ്? അതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണ്. അതായതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റിൽ അതെന്താകാത്തത്? ഹൈലൈറ്റ് ആകാത്തത്. ഇനി നമ്മൾ ലെയറിനകത്ത് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം ഈ ക്രിയേറ്റ് ചെയ്ത ലെയർ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. അപ്പം ലെയർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ലെയർ ഏത് ലെയർ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, കീബോർഡിലെ ഡിലീറ്റ് കീ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഓരോ ലെയർ ആയിട്ട് എന്തായി പോകുന്നുണ്ട്? അവിടെ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഡിലീറ്റ് ആയി പോവോ? ഇല്ല. കാരണം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ എഡിറ്റബിൾ ലെയർ. ഇനി അടുത്തതിലേക്ക് വരിക, ഞാനൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ലെയറിനകത്തേക്ക് ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ ഇവിടെ റെക്ടാങ്കുലർ മാർക്കർ ടൂൾ എടുത്തു, ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തു. സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം Alt+Delete പ്രസ് ചെയ്ത് ഞാൻ ഒരു ഫോർഗ്രൗണ്ട് കളർ ഞാൻ അതിനകത്തേക്ക് ഫില്ല് ചെയ്തു. ഓക്കെ, Ctrl+D പ്രസ് ചെയ്ത് ഞാൻ ഇതിനെ ഡീസെലക്ട് ചെയ്തു. വേറൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ എലിപ്റ്റിക്കൽ മാർക്കർ ടൂൾ ഉപയോഗിച്ച് ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനകത്തേക്ക് ഒരു കളർ ഞാൻ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, സോ 2 ലെയർ 2 ഡിസൈൻ. ഇനി തേർഡ് വൺ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. സെയിം തന്നെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം അതിനകത്തേക്ക് ഞാൻ കളർ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ ലെയർ വിൻഡോയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര ലെയർ ഉണ്ട്? ടോട്ടലി 4 ലെയർ ഉണ്ട്. അതിനകത്ത് 3 ലെയറിൽ ഞാൻ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ലെയർ 1, ലെയർ 2 ആൻഡ് ലെയർ 3. ഓക്കെ, സോ ഇനി നോക്കുക, ലെയർ 1, ലെയർ 2, ലെയർ 3 എന്ന് പറഞ്ഞ് 3 ലെയറുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് അൺഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാ ലെയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഐ ബട്ടൺ കാണാം. കണ്ടോ, 4 ലെയറിന്റെയും ലെഫ്റ്റ് സൈഡിലായിട്ട് 4 ഐ ബട്ടൺ ഉണ്ട് അല്ലെ? ഓരോ ലെയറിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ഐ ബട്ടൺ ഉണ്ട്. അതെന്താണ്? നമ്മളിതിന്റെ ലെയറിന്റെ വിസിബിലിറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ ഐ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ ഹൈഡ് ഓർ അൺഹൈഡ് എ ലെയർ ത്രൂ ദീസ് ഐ ബട്ടൺസ്. ഓക്കെ, ഈ ഒരു ഐ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ലെയറിനെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും പറ്റും. കണ്ടോ, ഒരു ലെയറിനെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ലെയറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഓരോ ലെയറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്യാം. ഇങ്ങനെ ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതിൽ 2 3 ലെയർ വെച്ച് ചെയ്യുന്നതിനല്ല ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിനകത്ത് ചിലപ്പോൾ 100, 150, 200 ലെയറുകൾ വന്നിരിക്കും.
ആ സമയത്ത് ഒരു പർട്ടിക്കുലർ കണ്ടന്റിനെ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കിടക്കുന്നോ അല്ലെങ്കിൽ അതിന് താഴെ കിടക്കുന്നോ ലെയറുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലാണ് ആ ഒരു പർട്ടിക്കുലർ ലെയറിനെ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ലെയറിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈഡ് ഓർ അൺഹൈഡ് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ലെയറിനെ ഹൈഡ് ചെയ്യുന്നു അൺഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്യുന്നിടത്ത് തന്നെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, അൺഹൈഡ് ചെയ്യുന്നതും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി വന്നിട്ട് നമുക്ക് ഈ ലെയറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെയറിനെ നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. ലോക്ക് ചെയ്യുക മീൻസ് ആ ലെയറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ നോക്കി ഇവിടെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ നോക്കുമ്പോൾ കണ്ടോ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ലോക്ക് ഐക്കൺ ഉണ്ട്. ആ ലോക്ക് ഐക്കൺ ഉള്ളതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്താണ്, അത് പാർഷ്യലി ലോക്ക്ഡ് ആണ്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ലെയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ലെയർ സെലക്ട് ചെയ്ത് ഞാൻ ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലെയർ ഓൾറെഡി ലോക്ക് ആയിട്ടെന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ദെൻ ഞാൻ ഇവിടെ മൂവ് ടൂൾ എടുത്ത് ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുകയാണ്. മൂവ് ആവുന്നുണ്ടോ, ഇല്ല. അതിനകത്തൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താണ്, കുഡ് യൂസ് ദി മൂവ് ടൂൾ ബിക്കോസ് ദി ലെയർ ഈസ് ലോക്ക്ഡ്, വിച്ച് മീൻസ് ആ ലെയർ എന്താണ്, ലോക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മൂവ് ടൂൾ ഉപയോഗിച്ച് ലെയറിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇങ്ങനെയാണ് നമുക്കൊരു ലെയറിനെ ലോക്ക് ചെയ്യുന്നത്. അൺലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം തന്നെ കണ്ടോ, ലെയറിനകത്ത് ഒരു ലോക്ക് ഐക്കൺ ഉണ്ട്. ആ ലെയർ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കണ്ടോ ലോക്ക് ഐക്കൺ ആക്റ്റീവ് ആയി കിടക്കുന്നുണ്ടോ, അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തേക്കുക. ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ ലെയറിനെ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് അൺഹൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കി ഈ ലെയറിനകത്ത് കണ്ടോ, ഈ ലെയറിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈന് ചെറിയൊരു പ്രിവ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ലെയറിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആ ലെയറിനകത്ത് ആ ഡിസൈൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഇവിടെ റെക്ടാംഗിൾ, ഇവിടെ ഒരു റൗണ്ട് അല്ലെ, ഒരു സർക്കുലർ ഷേപ്പിലുള്ള റെഡ് കളർ ഷേപ്പ്, ദെൻ നമുക്കൊരു എലിപ്റ്റിക്കൽ ഷേപ്പ്, ഇത്രയും ഷേപ്പുകൾ ഇതിനകത്ത് ആ ലെയറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയും കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലെയറിനെ ലോക്ക് ചെയ്യുന്നത്, അൺലോക്ക് ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.